Hello everyone, welcome back to Jafos English. Jafos Englishലെ 100 phrases for reading newspapers എന്ന് പറയുന്ന ഈ സീരീസിലെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫ്രേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, പതഞ്ജലി ടെൻഡേഴ്സ് അൺകണ്ടീഷണൽ അപ്പോളജി ഫോർ ആഡ് ആഫ്റ്റർ സുപ്രീം കോർട്ട് ഇഷ്യൂസ് നോട്ടീസ്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇതിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലി നമുക്ക് പഠിക്കാം, ഒരു ഫ്രേസ് നമുക്ക് പഠിക്കാൻ സാധിക്കും. നോക്കാം. പതഞ്ജലി ടെൻഡേഴ്സ് അൺകണ്ടീഷണൽ അപ്പോളജി ഓക്കെ ഫോർ ആഡ് ആഫ്റ്റർ സുപ്രീം കോർട്ട് ഇഷ്യൂസ് നോട്ടീസ്. ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിനകത്തുള്ള ഒരു വാർത്തയുടെ ഹെഡ്ലൈനാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. പതഞ്ജലി ടെൻഡേഴ്സ് അൺകണ്ടീഷണൽ അപ്പോളജി. അപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ്, ക്ഷമ എന്നൊക്കെയാണ് അർത്ഥം, അല്ലേ? അപ്പോൾ ടെൻഡർ അപ്പോളജി, മാപ്പ് അപേക്ഷിക്കുക, മാപ്പ് ചോദിക്കുക. എങ്ങനെയുള്ള മാപ്പാണ്? ടെൻഡേഴ്സ് അൺകണ്ടീഷണൽ അപ്പോളജി. അൺകണ്ടീഷണലായിട്ടുള്ള അപ്പോളജി, അതായത് നിരുപാധികമായിട്ടുള്ള മാപ്പ് ചോദിക്കുന്നതിനെയാണ് ടെൻഡർ അൺകണ്ടീഷണൽ അപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പൊതുവായ ഒരു ശൈലിയാണ് ടെൻഡർ അപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം? പതഞ്ജലി ടെൻഡേഴ്സ് അൺകണ്ടീഷണൽ അപ്പോളജി ഫോർ ആഡ് ആഫ്റ്റർ സുപ്രീം കോർട്ട് ഇഷ്യൂ നോട്ടീസ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷം അതിൻ്റെ ഭാഗമായിട്ട് പതഞ്ജലി എന്ത് ചെയ്തു? ടെൻഡേഴ്സ് അൺകണ്ടീഷണൽ അപ്പോളജി, നിരുപാധികം മാപ്പപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ശൈലിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ടെൻഡർ ആൻ അപ്പോളജി. ഓക്കെ, ടെൻഡർ ആൻ അപ്പോളജി. ടെൻഡർ ആൻ അപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമാപണം നടത്തുക, മാപ്പ് പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ടെൻഡർ ആൻ അപ്പോളജി, ക്ഷമാപണം നടത്തുക, മാപ്പ് പറയുക. ഓക്കെ, IMA പ്രസിഡന്റ് ടെൻഡേഴ്സ് അപ്പോളജി ഇൻ സുപ്രീം കോർട്ട് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്സ് അഗൈൻസ്റ്റ് അപ്പെക്സ് കോർട്ട്. ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു പത്രത്തിനകത്ത് വന്നിട്ടുള്ള ഒരു ഹെഡ്ലൈനാണ്. IMA നമുക്കറിയാം, ഓഫ് കോഴ്സ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് IMA പ്രസിഡന്റ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ടെൻഡേഴ്സ് അപ്പോളജി, മാപ്പ് അപേക്ഷിച്ചു അല്ലെങ്കിൽ ക്ഷമാപണം നടത്തുന്നു. ആരോടാ? ഇൻ സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയിൽ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സ്റ്റേറ്റ്മെൻറ്റ്സ് അഗൈൻസ്റ്റ് അപ്പെക്സ് കോർട്ട്. അപ്പെക്സ് കോർട്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ്. അതായത് അപ്പെക്സ് മീൻസ് ഏറ്റവും ഉന്നതമായിട്ടുള്ള, ഓക്കെ, അപ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള കോടതി, ദാറ്റ് മീൻസ് സുപ്രീം കോർട്ട്. അപ്പോൾ സുപ്രീം കോടതിക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ട് മാപ്പ് ചോദിക്കുകയാണ്, ക്ഷമാപണം നടത്തുകയാണ്. ഹി ടെൻഡേഴ്സ് ആൻ അപ്പോളജി. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിൾ, മഹാരാഷ്ട്ര ശിവാജി സ്റ്റാച്യു കൊളാപ്സ്. മഹാരാഷ്ട്രയിലെ ശിവാജി സ്റ്റാച്യു തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സ്ലഗ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈറ്റിംഗ്. ഓക്കെ, രാഷ്ട്രീയമായിട്ടുള്ള മുഷ്ടിയുദ്ധം അല്ലെങ്കിൽ എന്താ പറയുക, മല്ലയുദ്ധം. ഓക്കെ, അല്ലെങ്കിൽ രാഷ്ട്രീയ യുദ്ധം. സ്ലഗ് ഫസ്റ്റ് മീൻസ് ഇറ്റ് ഇസ് എന്താ പറയുക, ഫൈറ്റിംഗ് എന്ന് പറയുന്ന വേർഡിന് ഈക്വലായിട്ടുള്ള മറ്റൊരു വേർഡാണ്. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ സ്ലഗ് ഫസ്റ്റ്, ഒരു രാഷ്ട്രീയ എന്താ പറയുക, യുദ്ധം. ഓക്കെ, കണ്ടിന്യൂസ്, അത് തുടരുന്നു. ഓക്കെ, ഈവൻ ആസ് പ്രൈം മിനിസ്റ്റർ മോദി ടെൻഡേഴ്സ് അപ്പോളജി. പ്രൈം മിനിസ്റ്റർ മോദി ഇതുമായി ബന്ധപ്പെട്ട് ക്ഷമാപണം നടത്തിയിട്ട് പോലും പൊളിറ്റിക്കൽ സ്ലഗ് ഫസ്റ്റ്, രാഷ്ട്രീയ യുദ്ധം തുടരുന്നു. ഓക്കെ, മഹാരാഷ്ട്ര ശിവജി സ്റ്റാച്യു കൊളാപ്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. അപ്പോൾ ക്ഷമ ചോദിക്കുക, ക്ഷമാപണം നടത്തുക, മാപ്പ് പറയുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ടെൻഡർ ആൻ അപ്പോളജി. മറക്കരുത്, പത്രമൊക്കെ വായിക്കുന്നവർക്കറിയാം, സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ശൈലിയാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ഫ്രേസ്. Please go through this headline. Kerala government actor Jairam lend a helping hand to teen farmer whose 13 cows died of food poisoning. The Telegraph എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ മീഡിയയിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ്. 13 വയസ്സുകാരനായിട്ടുള്ള ഒരു വളരെ ടീൻ ഫാർമർ, അല്ലേ, ഒരു ചെറിയൊരു കർഷകൻ. ആ ചെറിയ കർഷകനായിട്ടുള്ള ഒരു കുട്ടി കർഷകൻ്റെ 13 പശുക്കൾ, കൗസ് ഡയഡ് ഓഫ്, എങ്ങനെയാണ് മരിച്ചത്, എങ്ങനെയാണ് ചത്തുപോയത്? ഡയഡ് ഓഫ് ഫുഡ് പോയ്സണിങ്. ഫുഡ് പോയ്സൺ കാരണം ചത്തുപോയി. ഓക്കെ,
അതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ്റിനും ഓൾറെഡി ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സഹായം പ്രഖ്യാപിച്ചു. അതിൻ്റെ പുറമെ നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം ജയറാം അദ്ദേഹം എന്ത് ചെയ്തു? ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ്. അദ്ദേഹവും ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ് ടു ടീൻ ഫാർമർ. ഈ ടീൻ ഫാർമർക്ക് ഈ കൗമാരപ്രായക്കാരനായിട്ടുള്ള കർഷകന് സഹായം നൽകി. അപ്പോൾ സഹായം നൽകുക, കൈത്താങ്ങ് നൽകുക, കൈത്താങ്ങ് എന്ന അർത്ഥത്തിലാണ് ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്ന ശൈലി യൂസ് ചെയ്യാറുള്ളത്. നോക്കിയേ, ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു ഫ്രേസാണ്. സഹായിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ്, ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ്, ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ്, സഹായിക്കുക, കൈത്താങ്ങ് എന്ന മലയാളം അർത്ഥത്തിൽ വേണമെങ്കിലും ഇത് പറയാൻ സാധിക്കും. KTU ടു ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ് ടു വയനാട്. നമുക്കറിയാം വയനാട്ടിൽ ലാൻഡ് സ്ലൈഡൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വയനാടിന് വേണ്ടിയിട്ട് KTU ഇവിടെ ഉദ്ദേശിക്കുന്നത് കലാം യൂണിവേഴ്സിറ്റിയാണ്. അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ ഷോർട്ട് ഫോമാണ്. കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ KTU ടു ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ് ടു വയനാട്, വയനാടിന് കൈത്താങ്ങായി KTU, കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആർക്ക്? വയനാടിന് എന്തായിട്ട്? കൈത്താങ്ങായിട്ട്, ഹെൽപ്പിംഗ് ഹാൻഡായിട്ട്, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ വയനാടിനെ സഹായിക്കാൻ. ടു ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ്, KTU ടു ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ്. നെക്സ്റ്റ്, സിറ്റിസൺ ഗ്രൂപ്പ്സ്. സിറ്റിസൺ ഗ്രൂപ്പ്സ്, വാട്ട് ഈസ് സിറ്റിസൺ ഗ്രൂപ്പ്സ്? സിറ്റിസൺ മീൻസ് പൗരന്മാരുടെ പ്രാദേശിക ഗ്രൂപ്പുകൾ, സംഘടനകൾ. ഓക്കെ, സിറ്റിസൺ ഗ്രൂപ്പ് മീൻസ് പ്രാദേശികമായിട്ടുള്ള സംഘടനകൾ. സൊസൈറ്റീസ്, നമുക്കറിയാം പ്രാദേശികമായിട്ടുള്ള സൊസൈറ്റികൾ. ഡു ഗുഡേഴ്സ് എന്ന് പറയുന്ന വേറൊരു ഫ്രേസാണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്കതയുള്ള, സഹായ മനസ്കരായിട്ടുള്ള ആളുകളെ ഡു ഗുഡർ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. ഡു ഗുഡർ. അപ്പോൾ സഹായ മനസ്കരായിട്ടുള്ള ആളുകൾ ആരൊക്കെ? ഒന്ന് സിറ്റിസൺ ഗ്രൂപ്പ്സ്, ഓക്കെ, പൗരന്മാർക്കിടയിലുള്ള വിവിധ തരത്തിലുള്ള സംഘടനകൾ. സൊസൈറ്റീസ്. ടു ഗുഡേഴ്സ്, അതായത് സഹായപ്രിയരായിട്ടുള്ള, മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള, ആൾട്രൂയിസ്റ്റിക് ആയിട്ടുള്ള, അല്ലേ, നമ്മൾ ആൾട്രൂയിസ്റ്റിക് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആൾട്രൂയിസ്റ്റിക്, സഹായ സന്നദ്ധരായിട്ടുള്ള ഡു ഗുഡേഴ്സ് ആയിട്ടുള്ള അവർ ലെൻഡ് ഹാൻഡ് ഓൺ പോളിംഗ് ഡേയിൽ, ഇലക്ഷൻ ദിവസം അവർ സഹായത്തിനെത്തുന്നു. സോറി, ഇത് ഹിന്ദുസ്ഥാൻ ടൈംസിലല്ല, ഇത് വന്നിരിക്കുന്നത് മാതൃഭൂമിയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസിൻ്റെ ഹെഡ്ലൈനാണ്. ഡു ഗുഡേഴ്സ് ലെൻഡ് ഹാൻഡ് ഓൺ പോളിംഗ് ഡേ. ഓക്കെ, ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ് പഠിച്ചോളൂ. ലെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സഹായിക്കുക, അല്ലെ, കൈത്താങ്ങായിട്ടുള്ളത്. ഈ ഡു ഗുഡേഴ്സൊക്കെ പോലെ ഒട്ടനവധി വൊക്കാബുലറിയിൽ ഇതുപോലെ ഒട്ടനവധി ഫ്രേസസ് ഉണ്ട്. അപ്പോൾ നമ്മളതിനോട് കുറേ ഫ്രേസുകൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടൊരു സ്കിൽ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും എസെൻഷ്യൽ എന്ന് പറയുന്നത് 700-ൻ്റെയും 1200-ൻ്റെയും ഇടയിലുള്ള വാക്കുകളിൽ അല്ലെങ്കിൽ ഫ്രേസുകളിൽ നല്ല സ്കില്ല് വേണം, എക്സ്പേർട്ട് ആവണം. അതിനാണ് നിങ്ങൾക്ക് ഏത് പുസ്തകം വായിച്ചാലും എന്തും ഇംഗ്ലീഷിലോ അല്ലെ എഴുതാനോ ഒരു വലിയ ഒരു ഡിബേറ്റ് നടത്താനോ ഒക്കെ ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ലിസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 700 ആണ്. അത് ഒരു റേഞ്ചാണ്, കൃത്യമായിട്ട് ഇന്ന ഇത്ര നമ്പർ നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. എങ്കിലും നമ്മൾ ആ മേലിൽ റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഒരു 700+, അതൊരു 1200 വരെയുള്ളത് എസെൻഷ്യൽ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള വേർഡ്സ് ഏതൊക്കെ ചോദിച്ചാൽ അറൗണ്ട് ഒരു 2000-ഓളം വാക്കുകൾ വരും. അപ്പോൾ ഈ 2000-ഓളം വരുന്ന ഈ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ യൂസേജ്, ഇതുപോലത്തെ ശൈലികൾ, അതെല്ലാം വാക്കുകൾ സിമ്പിൾ വേർഡ്സ് മാത്രമായിരിക്കില്ല. ഇതുപോലത്തെ ശൈലികൾ വരാം, ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫ്രേസസ് വരാം. ഇതെല്ലാം ഒരു 100 days കൊണ്ട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്നൊരു കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ഒരു നമ്പർ തരാം, അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ കൂടെ ആ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ 3000-ഓളം വരുന്ന വേർഡ്സുകൾ, 3000-ഓളം വരുന്ന വേർഡ്സുകൾ, ഫ്രേസസ്, അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള 4 ഹൈ ക്വാളിറ്റിയുള്ള പ്രിൻറ്റഡ് ബുക്ക്സ് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടി അത് അയച്ചു തരും. കോഴ്സ് ഏകദേശം 100 ദിവസമാണെങ്കിൽ 320-ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. അതിൽ റൈറ്റിങ്ങിൻ്റെ പ്രാക്ടീസ് ഉണ്ടാവും, ഈ പറയുന്ന വേർഡ്സുകൾ, കൊളക്കേഷൻ പ്രാക്ടീസ്, അങ്ങനെ ഒത്തിരി ഗുണം ചെയ്യുന്ന, നിങ്ങളൊരു 10-20 വർഷം എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കാവുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലെ സ്കില്ല് ഒരു ചെറിയ സമയം കൊണ്ട് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
നിങ്ങൾ അതിൻ്റെ കോഴ്സിൻ്റെ പേര് ഇംഗ്ലീഷ് മാസ്റ്ററി എന്നാണ്. ഓൺലൈനാണ്, ലോകത്ത് എവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാം. ഈ കോഴ്സ് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, തൊഴിൽ തേടി പോയിട്ടുള്ള വിദേശത്ത് UK-ലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൽ തന്നെ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റീസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പൊളിറ്റീഷ്യൻസ്, പ്രമുഖരായിട്ടുള്ള പല പൊളിറ്റീഷ്യൻസ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, LLB-കാരുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയിലോ ഏതെങ്കിലും ഒരു മേഖലയിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഭാഷാപരമായിട്ടുള്ള വളർച്ച ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണത്. ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന ജസ്റ്റ് ഒരു മെസ്സേജ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് 8606 440 442 ഒരു മെസ്സേജ് അയയ്ക്കുക. 440 442 കേട്ടോ. ഇല്ലെങ്കിൽ താഴെ ഞാൻ വേറെ നമ്പറോടെ ഉണ്ട്, ഡയറക്റ്റായിട്ടുള്ള ഒഫീഷ്യൽ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും മേലെ പിൻ ചെയ്ത് നോക്കാം. ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. അഥവാ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ഡിലേ വന്നാൽ തരും, തീർച്ചയായിട്ടും റിപ്ലൈ തരും. താഴത്തെ നമ്പറിലൂടെ കോൺടാക്ട് ചെയ്താൽ നല്ലതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഈ മെസ്സേജ് ഇതിലൂടെ മെസ്സേജ് അയച്ചോളൂ, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് വരാം. India's massive 6-week marathon election comes to a close. India's massive 6-week marathon election comes to a close. ഇവിടെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? കംസ് ടു എ ക്ലോസ്. എന്താ കംസ് ടു എ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു പരിസമാപ്തിയിലെത്തുക, അവസാനിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ മാസീവ് 6 വീക്ക് വളരെ മാസീവായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന മാരത്തോൺ ഇലക്ഷൻ അല്ലേ, വളരെ ലെങ്തി ആയിട്ടുള്ളതിനെയാണ് നമ്മൾ മാരത്തോൺ എന്ന് പറയുന്നത്, വളരെ ദൈർഘ്യമുള്ളതിന്. മാരത്തോൺ ഇലക്ഷൻ എന്താവുകയാണ്? കംസ് ടു എ ക്ലോസ്. ദെൻ വാട്ട് ഡസ് ഇറ്റ് മീൻ കംസ് ടു എ ക്ലോസ്? ഓക്കെ, കംസ് ടു എ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാപിക്കുക എന്ന് പറയുന്ന മലയാളം പ്രയോഗത്തിന് ഈക്വലായ ഒരു പ്രയോഗമാണ്, ഒരു ശൈലിയാണ്, ഒരു ഫ്രേസാണ്. അവസാനിക്കുക, സമാപിക്കുക. സമ്മർ വെക്കേഷൻ ഫോർ സ്കൂളുകളിലെ സമ്മർ വെക്കേഷൻ, വേനലവധി അക്രോസ് ഇന്ത്യയിലൊട്ടാകെ കംസ് ടു എ ക്ലോസ്, അവസാനിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ സമാപിക്കുന്നു. ഡൽഹി ഫിലിം ഫെസ്റ്റിവൽ കംസ് എ ക്ലോസ് വിത്ത് റെക്കോർഡ് ബ്രേക്കിംഗ് അറ്റൻഡൻസ്. അതായത് റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ടുള്ള, അതായത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടു കൂടി ഈ ഒരു ഡൽഹി ഫിലിം ഫെസ്റ്റിവൽ കംസ് ടു എ ക്ലോസ്, അവസാനിക്കുന്നു അല്ലേ, പരിസമാപ്തിയിലെത്തുന്നു. കംസ് ടു എ ക്ലോസ്, സമാപിക്കുന്നു. Got it? Yes. So the next phrase is okay. Over-dependence on Virat Kohli does not augur well for Team India. Augur well. What is augur well? ഓക്കെ, ഓവർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുക. ഓവർ ഡിപ്പെൻഡൻസ് മീൻസ് അമിതമായിട്ട് ആശ്രയിക്കുക. ആരെ? വിരാട് കോഹ്ലിയെ അമിതമായി ആശ്രയിക്കുന്നത് ഡസ് നോട്ട് ഓഗർ വെൽ, ഗുണം ചെയ്യില്ല ഫോർ ടീം ഇന്ത്യ. ടീം ഇന്ത്യക്ക് അത് ഗുണകരമാവില്ല. അപ്പോൾ ഗുണകരമാവുക എന്നതിനുള്ള ശൈലിയാണ് ഓഗർ വെൽ. ഗുണകരമാവുക, ഗുണം ചെയ്യുക. എന്നാൽ ദോഷം ചെയ്യുക എന്നതിന് ഓഗർ ബാഡ്ലി എന്നും പറയും, അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണാറുള്ളത്, വളരെ റെയറായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കാണാറുണ്ട്. നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓഗർ ബാഡ്ലി. ഓക്കെ, സോ ഹിയർ ഓഗർ വെൽ എന്ന് പറഞ്ഞാൽ ശുഭപ്രതീക്ഷ നൽകുക, ഗുണകരമാവുക. എന്തെങ്കിലും ഒരു കാര്യം ശുഭപ്രതീക്ഷ നൽകുക എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഗുണകരമാവുക. അതെങ്ങനെയാണ് നോക്കാം. ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓഗേഴ്സ് വെൽ ഫോർ ഫിലിം സക്സസ്. എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മീനിങ്? പോസിറ്റീവ് ഫീഡ്ബാക്ക്, സിനിമയെക്കുറിച്ചുള്ള സിനിമയുടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓഗേഴ്സ് വെൽ ഫോർ ദ ഫിലിം സക്സസ്, സിനിമയുടെ വിജയത്തിന് ഗുണകരമാകും. ഓക്കെ, ഗുണകരമാകും. യെസ്, വൈ RSP മൂവ് ടു റിമെയിൻ വിത്ത് റൂളിംഗ് അലയൻസ് ഡസൻറ്റ് ഓഗർ വെൽ ഫോർ സുപ്രിയ സ്യൂൾ ഇൻ ബാരാമട്ടി. ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ന്യൂസാണെന്ന് തോന്നുന്നു. വൈ RSP മൂവ് ടു റിമെയിൻ വിത്ത് റൂളിംഗ് അലയൻസ്, അതായത് ഭരണത്തിൽ നിൽക്കുന്ന മുന്നണി, റൂളിംഗ് അലയൻസ്, ഭരണത്തിലുള്ള മുന്നണി, ആ മുന്നണിയിൽ തന്നെ RSP റിമെയിൻ നിലനിൽക്കുകയാണ് എന്നത്. വൈ RSP മൂവ് ടു റിമെയിൻ വിത്ത് റൂളിംഗ് അലയൻസ് ഡസൻറ്റ്
ഓഗവൽ ഫോർ സുപ്രിയ സൂൾ. ഈ സുപ്രിയ സൂളിന് RSP ഭരണമുന്നണിയിൽ തന്നെ തുടരുന്നത് എന്തുകൊണ്ട് സുപ്രിയ സൂളിന് ഗുണകരമാവില്ല, ഗുണം ചെയ്യില്ല? ഈ സുപ്രിയ സൂൾ എവിടെയാണ് മത്സരിക്കുന്നത്? ബാരാമട്ടി എന്ന് പറയുന്ന ബാരാമട്ടിയിൽ മത്സരിക്കുന്ന സുപ്രിയ സൂളിനെ എന്തുകൊണ്ട് RSP റൂളിംഗ് അലയൻസിൽ തന്നെ തുടരുന്നത് ഗുണം ചെയ്യില്ല? അപ്പോൾ ഗുണം ചെയ്യില്ല, ഡസൻറ്റ് ഓഗർ വെൽ, ഗുണം ചെയ്യില്ല. വൈ, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗുണകരമാവുക, ശുഭപ്രതീക്ഷ നൽകുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഓഗവൽ. ഓഗവൽ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ശൈലിയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ ഈ ശൈലികൾ മാത്രം ഒരു 100 എണ്ണം ഉണ്ട്. വെരി എസെൻഷ്യലാണ്. നിങ്ങൾ പത്രം പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഭാഷ ഉപയോഗിക്കാനും ഭാഷ മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന ആളാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഞാൻ ഈ തരുന്ന ഏകദേശം ഒരു 100ഓളം വരുന്ന എസെൻഷ്യലായിട്ടുള്ള ഈ ഫ്രേസസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പത്രം വായിക്കുന്നത് ആ മീനിങ് അറിയില്ലെങ്കിൽ വായന തടസ്സപ്പെടും. ഇങ്ങനെയുള്ള ശൈലികളും വാക്കുകളും കൂട്ടിയിട്ട് ഉൾക്കൊള്ളിച്ചുള്ള ഒരു ബൃഹത്തായ യുണീക്കായ എവിടെയും കിട്ടാത്തൊരു കോഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ നേരത്തെ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ല താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, കർണാടക ബന്ദ് പുട്സ് ദ ബ്രേക്സ് ഓൺ വീക്കെൻഡ് ട്രാവൽ പ്ലാൻസ്. അപ്പോൾ പുട്സ് ദ ബ്രേക്സ് ഓൺ എന്ന് പറയുന്ന വേറൊരു ശൈലിയാണ്. ഓക്കെ, പുട്സ് ദ ബ്രേക്സ് ഓൺ, പുട്സ് ദ ബ്രേക്സ് ഓൺ, പുട്സ് ദ ബ്രേക്സ് ഓൺ. വാട്ട് ഡസ് ഇറ്റ് മീൻ പുട്സ് ദ ബ്രേക്സ് ഓൺ? പുട്സ് ദ ബ്രേക്സ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും 1 മന്ദഗതിയിലാക്കുക, 2 എന്തെങ്കിലും ഒരു കാര്യത്തിന് തടയിടുക, തടസ്സം വരുത്തുക. കർണാടകയിലെ ബന്ദ് പുട്സ് ദ ബ്രേക്സ് ഓൺ ആരെയോ തടസ്സപ്പെടുത്തി. ആരെ തടസ്സപ്പെടുത്തി? വീക്കെൻഡ് ട്രാവൽ പ്ലാൻസ്, വാരാന്ത്യത്തിലുള്ള യാത്രാ പദ്ധതികളെ തടസ്സപ്പെടുത്തി. ഗോട്ട് ഇറ്റ്? അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പുട്ട് ദ ബ്രേക്സ് ഓൺ, തടസ്സപ്പെടുത്തുക, മന്ദഗതിയിലാക്കുക, തടയിടുക, തടയുക. ഓക്കെ, ഇങ്ങനെയൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്ന വേർഡിന് ഈക്വലായിട്ട് പുട്ട് ദ ബ്രേക്സ് ഓൺ എന്ന് പറയുന്ന ശൈലി യൂസ് ചെയ്യാം. ന്യൂ റൂൾസ് ടു പുട്ട് ദ ബ്രേക്സ് ഓൺ ഇല്ലീഗൽ ഡ്രൈവിംഗ് സ്കൂൾസ്. പുതിയ റൂള്, പുതിയ നിയമം. ടു പുട്ട് ബ്രേക്സ് ഓൺ ഇല്ലീഗൽ ഡ്രൈവിംഗ് സ്കൂൾ, അതായത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളെ തടയിടാൻ പുതിയ നിയമങ്ങൾ. അങ്ങനെയല്ല പറഞ്ഞത്? ന്യൂ റൂൾസ് ടു പുട്ട് ബ്രേക്സ് ഓൺ, തടയിടാൻ പുതിയ നിയമങ്ങൾ, തടസ്സപ്പെടുത്താൻ നിയന്ത്രിക്കാനായിട്ടുള്ള പുതിയ നിയമങ്ങൾ. ന്യൂ റൂൾസ് എന്തിന്? ടു പുട്ട് ബ്രേക്സ് ഓൺ. ആരെ? എന്തിന്? ഇല്ലീഗൽ ഡ്രൈവിംഗ് സ്കൂൾസ്, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളെ. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഡൽഹി ബേസിസിലൊരു ന്യൂസാണത്. നെക്സ്റ്റ്, ഹിന്ദുസ്ഥാൻ ടൈംസിലൊരു ന്യൂസാണ്. ലാൻഡ് അക്വിസിഷൻ, അത് ഭൂമി ഏറ്റെടുക്കൽ. ഹേർഡിൽസ്, തടസ്സപ്പെടുത്തുന്നു. എന്തിനാ തടസ്സപ്പെടുത്തുന്നു? സോറി, ഇങ്ങനെ ഒരുമിച്ച് വായിക്കണം. ലാൻഡ് അക്വിസിഷൻ ഹേർഡിൽസ്, അങ്ങനെ പറഞ്ഞാൽ ലാൻഡ് അക്വിസിഷൻ ഹേർഡിൽസ്, ഭൂമി ഏറ്റെടുക്കൽ എടുക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ. ഹേർഡിൽസ്, അപ്പോൾ ഇവിടെ പ്രതിബന്ധം. ഓക്കെ, അപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്ന ലാൻഡ് അക്വിസിഷൻ ഹേർഡിൽസ്, ലാൻഡ് അക്വിസിഷൻ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. പുട്സ് ബ്രേക്സ് ഓൺ, തടയുന്നു. NHAI, ദാറ്റ് മീൻസ് നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ, അല്ലേ? ഇന്ത്യയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നെ നമ്മൾ ചുരുക്കി നായ് എന്ന് പറയും. ഈ നായയുടെ പ്രോജക്ട്സ് ഉണ്ടല്ലോ, പഞ്ചാബിലുള്ള നായയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പദ്ധതികളെ പുട്സ് ബ്രേക്സ് ഓൺ, തടസ്സപ്പെടുത്തുന്നു. എന്ത്? ലാൻഡ് അക്വിസിഷൻ ഹേർഡിൽസ്, ഭൂമി ഏറ്റെടുക്കൽ പ്രതിബന്ധങ്ങൾ. ഓക്കെ, സംഗതി ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും ശൈലികൾ നിങ്ങൾ കൃത്യമായിട്ടും എഴുതി വെക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച 3 ക്ലാസ്സുകളായിട്ട് 15 ഫ്രേസസ് പഠിച്ചു. നിങ്ങളത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് വളരെ ഗൗരവമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീരീസ് 20 ക്ലാസ്സസിലൂടെ ഈ ഒരു ഫ്രീ കോഴ്സ്, ഇത് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കോഴ്സാണ്. ഓക്കെ, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനേക്കാളൊക്കെ ഉപരി ഇതെനിക്ക് യൂസ്ഫുള്ളാണ്, എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് അറിയണമെങ്കിൽ അത് കമൻറ്റിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ യു
please leave your valuable comments over there. Okay, anyway, this is time to wind up the session. Okay, thank you, thanks a lot for your grand support.